വ്യാപാര ആഴ്ചയുടെ ആദ്യത്തെ ദിവസം വിപണി വ്യാപാരം ആരംഭിച്ചിരിക്കുകയാണ്. നഷ്ടത്തോടു കൂടിയായിരുന്നു വിപണി ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. രൂപയുടെ മൂല്യത്തിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 60 പൈസയോളം കുറവാണ് സംഭവിച്ചിരിക്കുന്ന. വിവരങ്ങളുമായി കരിഷ്മ ഉണ്ട് ഡെസ്കിൽ നിന്നും. കരിഷ്മ, ഇന്ന് വ്യാപാര ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിക്കുമ്പോൾ തന്നെ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികളുടെയൊക്കെ ഒരു നില എന്താണ്? അതെ എബി, ഓഹരി ആഴ്ചയുടെ ആദ്യത്തെ ദിവസം തന്നെ തകർച്ചയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. സെൻസസ് 382 പോയിന്റിൽ തകർച്ചയോടെ 60,459 അതുപോലെ തന്നെ നിഫ്റ്റി 113 പോയിന്റ് തകർച്ചയിൽ 17,740 രൂപയിലുമാണ് നിൽക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെ ഏകദേശം എല്ലാ കമ്പനികളും തകർച്ചയോടെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം മൊത്തത്തിൽ അദാനി ഗ്രൂപ്പിനൊരു തകർച്ചയായിരുന്നു. ഇടയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും അത് താഴേക്ക് തന്നെ പോയിരിക്കുകയാണ്. ഇന്നും അദാനി പോർട്ടും അദാനി എൻ്റർപ്രൈസസും എല്ലാ കമ്പനികളും തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഡോളറിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വില 60 പൈസ കുറഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ ഓഹരി വിപണിയിൽ ഒരു തകർച്ചയാണ് ഇന്ന് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബി, സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാപാരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചത്. ഇന്ന് വ്യാപാരാഴ്ചയുടെ ആദ്യ ദിവസമാണ്. ഈ ആദ്യ ദിവസം സൂചികളെല്ലാം തന്നെ നഷ്ടത്തോടെ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും സെൻസെക്സ് 60,000-ൻ്റെ മുകളിലും നിഫ്റ്റി 17,000-ൻ്റെ മുകളിലുമാണ് എന്നുള്ളൊരാശ്വാസം കൂടി ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഒപ്പം തന്നെ രൂപയുടെ മൂല്യം 60 പൈസയോളം ഇടിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശങ്ക ഉണർത്തുന്ന മറ്റൊരു കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു കരിഷ്മ ഡെസ്കിൽ നിന്നും.